ഹായ് ഡിയേഴ്സ്, മെൻ്റൽ മിനിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേണിംഗ് തിയറീസ് ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാ ലേണിംഗ് തിയറീസും ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിൽ നമ്മളൊരു ക്യാപ്സൂൾ പരുവത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. എന്തായാലും നമ്മൾ ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തരുമ്പോൾ മെൻ്റലി ഒത്തിരി സന്തോഷം തോന്നും. അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ലേണിംഗ് തിയറീസിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു 3 ക്ലാസ് ഞാൻ ഇടും. അപ്പം ആ 3 ക്ലാസ്സിലും ലേണിംഗ് തിയറീസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്യും. എന്നാൽ എന്തായാലും നിങ്ങളുടെ എക്സാമിന് തൊട്ട് മുമ്പ് സൈക്കോളജി മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാനത് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഫൈനൽ ടച്ചപ്പ് കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കേറ്ററ്റിന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ഓപ്ഷൻ എ ടെമ്പററി ചേഞ്ച് ഇൻ ബിഹേവിയർ, ഓപ്ഷൻ ബി ചേഞ്ച് ഡ്യൂ ടു മച്ചുറേഷൻ, ഓപ്ഷൻ സി പെർമനൻറ്റ് ചേഞ്ച് ഡ്യൂ ടു ദ എക്സ്പീരിയൻസ്, ഓപ്ഷൻ ഡി ചേഞ്ച് ഡ്യൂ ടു ഗ്രോത്ത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ലേണിങ്ങിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതായിരുന്നു അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, പെർമനൻറ്റ് ചേഞ്ച് ഡ്യൂ ടു ദ എക്സ്പീരിയൻസ്. അപ്പം എക്സ്പീരിയൻസും പ്രാക്ടീസും മൂലമാണ് ലേണിംഗ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പം നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഏറ്റവും അടുത്ത 2 ഘടകങ്ങളെക്കുറിച്ച് കൂടി ഞാനത് മെൻഷൻ ചെയ്തായിരുന്നു, മച്ചുറേഷനും ഗ്രോത്തും അല്ലേ. അപ്പോൾ ഇത് രണ്ടും ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇങ്ങനെ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന പെർമനൻറ്റ് ചേഞ്ചാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമിന് ഒട്ടും സമയമില്ലെന്നറിയാം. അതുകൊണ്ട് മാക്സിമം ഞാൻ ഈ വീഡിയോ ഷോർട്ടൻ ചെയ്ത് വലിച്ചു നീട്ടാതെ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? അപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം. ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. ഉത്തരം ഏതാണ്? ആൻസർ സി ആണ്, ടെമ്പററി ചേഞ്ച്. അപ്പം ഈ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിങ് എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ലേണിങ് ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്നാൽ അല്ലാത്തത് ടെമ്പററി ചേഞ്ചാണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നോട്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. പെട്ടെന്ന് നമ്മൾ എക്സാമിൻ്റെ ധൃതിയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് മാത്രമായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നോട്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ആൻസർ ചെയ്യുക. ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടെമ്പററി ചേഞ്ച് അല്ല, അതൊരു പെർമനൻറ്റ് ചേഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് മീൻസ് ഫോർഗെറ്റിംഗ് ഓൾഡ് ലേണിംഗ്സ്, ഓപ്ഷൻ ബി അപ്ലൈയിങ് പാസ്റ്റ് ലേണിംഗ് ടു ന്യൂ സിറ്റുവേഷൻ, ഓപ്ഷൻ സി ഓൺലി ക്ലാസ് റൂം ലേണിംഗ്, ഓപ്ഷൻ ഡി ലേണിംഗ് വിത്തൗട്ട് ടീച്ചർ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, അപ്ലൈയിങ് പാസ്റ്റ് ലേണിംഗ് ടു ന്യൂ സിറ്റുവേഷൻ. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച അറിവോ കഴിവോ മറ്റൊരു പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അപ്ലൈയിങ് പാസ്റ്റ് ലേണിംഗ് ടു ന്യൂ സിറ്റുവേഷൻസ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഇപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വലുതാകുമ്പോൾ ബൈക്ക് ഓടിക്കാൻ അവൻ ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു ലേഖനം ഇംഗ്ലീഷിൽ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും.
മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ അറിയാവുന്ന ഒരു പഠിച്ച ഒരു കഴിവ് അത് പുതിയ സാഹചര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എ പൗലോവ്, ബി സ്കിന്നർ, സി തൊണ്ടേക്ക്, ഡി വാട്സൺ. ആരാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കേറ്ററ്റിനൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണിത്. അപ്പം ഇത് തന്നെ ചോദിക്കണം എന്നില്ല. പല തിയറീസ്, ലേണിംഗ് തിയറീസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരാണ് പ്രൊപ്പോസ് ചെയ്തത്, പ്രൊപ്പോസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഞാൻ കഴിഞ്ഞ ലേണിംഗ് തിയറി ക്ലാസ്സിൽ നല്ല കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നതാണ്. ഏതാണ്? നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ്, തൊണ്ടേക്കാണ്. അത് നമ്മൾ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ. ലേണിംഗ് തിയറി, ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന. അപ്പോൾ ഈ തിയറി അറിയപ്പെടുന്ന മറ്റു 2 പേരുകൾ ഏതാണ്? തിയറി ഓഫ് കണക്ഷനിസം, ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. അപ്പം സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, അതുപോലെ തന്നെ ബോണ്ട് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന തിയറിയാണ് ഇദ്ദേഹത്തിൻ്റെ, ഈ തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി. കാരണം സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ടാണ് അതിനെ ബോണ്ട് തിയറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ തിയറിയുടെ മറ്റു പേരുകൾ കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോ ഓഫ് എഫക്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓപ്ഷൻ എ പ്രാക്ടീസ് വീക്കൻസ് ലേണിംഗ്, ഓപ്ഷൻ ബി റിവാർഡ് സ്ട്രെങ്തൻസ് ലേണിംഗ്, ഓപ്ഷൻ സി ലേണിംഗ് സ്റ്റോപ്സ് ആഫ്റ്റർ മെച്യൂരിറ്റി, ഓപ്ഷൻ ഡി ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഏജ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നമ്മളിതെല്ലാം കറക്റ്റായിട്ട് ഇന്നലെ പറഞ്ഞു പോയതാണ് അല്ലേ, വിശദമായിട്ട് പറഞ്ഞതാണ്. ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ മക്കളെ? ആൻസർ ബി ആണ്, റിവാർഡ് സ്ട്രെങ്തൻസ് ലേണിംഗ്. ലോ ഓഫ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? എന്താണ് പറയുന്നത്? റിവാർഡ് കിട്ടുമ്പോൾ ഒരു ബിഹേവിയർ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും ഒരു പണിഷ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ ബിഹേവിയർ കുറയുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഹോംവർക്ക് ചെയ്തതിന് ഒരു കുട്ടിക്ക് ഒരു സ്റ്റാർ കൊടുക്കുകയെന്ന് വെച്ചോ ടീച്ചർ, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആ കുട്ടിക്ക് അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു പ്രോത്സാഹനമായി മാറുകയാണ്. ആ ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരിക എന്നുള്ള ആ ഒരു ബിഹേവിയറിനെ അത് സ്ട്രെങ്തൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഒരു കുട്ടി നല്ല മാർക്ക് മേടിച്ചു, ആ കുട്ടീനെ ടീച്ചർ പ്രശംസിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? വീണ്ടും മാർക്ക് മേടിക്കുവാൻ വേണ്ടിയിട്ട് ആ കുട്ടി വീണ്ടും എന്ത് ചെയ്യുകയാണ്? ശ്രമിക്കുകയാണ്. അവൻ്റെ ആ ഒരു മാർക്ക് മേടിക്കുവാനുള്ള അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഒന്നും കൂടി അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ തൊണ്ടേക്കിൻ്റെ ബാക്കി 3 ലോ ഓഫ് ലേണിംഗ് കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങളത് വീണ്ടും വീണ്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ 6 ആണ്. വിച്ച് എക്സ്പെരിമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്? അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ഏതാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എ പസിൽ ബോക്സ്, ഓപ്ഷൻ ബി ഡോഗ് ആൻഡ് ബെൽ, ഓപ്ഷൻ സി മങ്കി ബനാന, ഓപ്ഷൻ ഡി ടീച്ചിങ് മെഷീൻ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നിങ്ങളൊന്ന് നോക്കിക്കേ. ആൻസർ അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഡോഗ് ആൻഡ് ബെല്ലാണ് അല്ലേ. നമ്മളത് പറഞ്ഞാണ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ അത് വ്യക്തമായിട്ട് കഴിഞ്ഞ ലേണിംഗ് തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വേണം ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന മങ്കി ബനാന എക്സ്പെരിമെൻ്റ് അതാരുടേതാണ്? കോഹ്ലറിൻ്റെ ആണ് അല്ലേ. അതായത് ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ചെയ്തു, പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ മങ്കി ബനാന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോഹ്ലർ ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള കാര്യമാണ് ലേണിംഗ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇൻസൈറ്റ് ലേണിങ്ങിനെ എക്സ്പെരിമെൻറ്റ് മുഖേന വിശദീകരിച്ചത് ഈ ഒരു മങ്കി ആൻഡ് ബനാന എക്സ്പെരിമെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഒരു മുറിക്കുള്ളിൽ
കുറച്ച് വാഴപ്പഴം കെട്ടിത്തൂക്കിയിട്ട് കുറച്ച് ബോക്സസ് സ്റ്റിക്സൊക്കെ അതിൻ്റെ അകത്ത് ആ മുറിക്കുള്ളിൽ വെച്ചു. അതിനുശേഷം ഒരു മങ്കിയെ എന്ത് ചെയ്യുകയാണ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മങ്കി എന്ത് ചെയ്തു, ആദ്യം ആ വാഴപ്പഴം എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കൈയെത്താത്തത് കൊണ്ട് അതിനതിന് കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അത് ബോക്സുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ച് അതിന് മുകളിൽ നിന്നുകൊണ്ട് വാഴപ്പഴം എടുത്തു. അപ്പം അവിടെ പെട്ടെന്ന് തോന്നിയൊരു സൊല്യൂഷൻ കണ്ടെത്തലാണ്. അതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ അതിനൊരു ക്ലാസ് റൂം എക്സാമ്പിളായിട്ട് ഞാൻ വിശദീകരിച്ചായിരുന്നു. ഒരു മാത്സിൻ്റെ പ്രോബ്ലം ഒരു കുട്ടി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇന്നത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന് സ്വയം കണ്ടുപിടിക്കുകയാണ്. അത് ട്രയൽ ആൻഡ് എറർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡല്ല. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ബുദ്ധി അല്ലെങ്കിൽ ഐഡിയയാണത്. ഇവിടെ പറയുന്ന പസിൽ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതും അതും ആരുടെയാണ്? എഡ്വേർഡ് ടൊണ്ടേക്കിൻ്റെയാണ്. അദ്ദേഹം ട്രയൽ ആൻഡ് എറർ എന്നുള്ള തൻ്റെ തിയറി വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മറ്റൊരു എക്സ്പെരിമെൻ്റാണിത്. ഒരു പൂച്ചയെ ഒരു പസിൽ ബോക്സിൽ അടച്ചു. ആ പസിൽ ബോക്സിനൊരു ലിവർ ഉണ്ടായിരുന്നു. ആ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പസിൽ ബോക്സ് തുറക്കപ്പെടും. അപ്പോൾ ഈ പസിൽ ബോക്സിന് വെളിയിൽ അദ്ദേഹം ഒരു മീൻ വെച്ചു. അതിനുശേഷം പൂച്ച വിശന്ന് കഴിഞ്ഞപ്പോൾ കുറേ ശ്രമങ്ങൾ നടത്തി, സ്ക്രാച്ച് ചെയ്യുകയും പുറത്തു ചാടാൻ ഒത്തിരി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അവസാനം അബദ്ധവശാൽ എന്ത് ചെയ്യുകയാണ്, ലിവറിൽ പ്രസ് ചെയ്യുകയും പൂച്ച പുറത്ത് വന്ന് മീൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സമയം കുറയുകയും വളരെ വേഗത്തിൽ തന്നെ പൂച്ച ലിവറിൽ പ്രസ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് അദ്ദേഹം ട്രയൽ ആൻഡ് എറർ എന്നുള്ള തിയറിയിൽ വിശദീകരിച്ചത്. ഒത്തിരി തെറ്റുകൾ വന്നാലും അത് കറക്റ്റ് ചെയ്ത് ശരിക്കുമുള്ളൊരു ഉത്തരം കണ്ടെത്തൽ ലേണിങ്ങിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയെക്കുറിച്ചാണ് അദ്ദേഹം ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ വിശദീകരിച്ചത്. അടുത്ത ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് മെഷീനാണ്. ഇത് BF സ്കിന്നറിൻ്റേതാണ്. അദ്ദേഹം ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്നുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. അദ്ദേഹം ഒരു ടീച്ചിങ് മെഷീൻ നിർമ്മിക്കുകയാണ്. ഇവിടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ചോദ്യം എത്തിക്കഴിഞ്ഞ് കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണെങ്കിൽ അടുത്ത ഉത്തരത്തിലേക്ക് പോകാം, തെറ്റാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുകയാണ്, തിരിച്ചു പോയി ആ ഉത്തരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരവസരം കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്കിന്നർ തെളിയിച്ചത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനെ ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഓപ്ഷൻ എ സ്കിന്നർ, ഓപ്ഷൻ ബി പൗലർ, ഓപ്ഷൻ സി തൊണ്ടേ, ഓപ്ഷൻ ഡി ബ്രൂണർ. ആരാണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പൗലവാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ലേണിംഗ് തിയറീസിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് സെൻട്രൽ ടു. ഏതാണ്? ഓപ്ഷൻ എ പാവ്ലവ്, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി ഓസ്ബൽ. ആരാണ്? ഓപ്ഷൻ ബി സ്കിന്നറാണ് അല്ലേ. അപ്പം നമ്മൾ ഇപ്പം തന്നെ അതിൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ അല്ലേ. തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഏകദേശം മനസ്സിലായോ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന്. അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ മുൻഗണന നൽകി പഠിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. പ്രോഗ്രാംഡ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ ഇൻസൈറ്റ് തിയറി, ഓപ്ഷൻ ബി ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി ഫീൽഡ് തിയറി, ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റിവിസം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ചിന്തിച്ച് നോക്കി. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? താഴെ പറയുന്നവയിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് ഏതാണ്? താഴെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് അല്ലേ. നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പേ കൂടി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇന്നറിൻ്റേതാണ് ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, നമ്മൾ പഠിച്ചതാണ്. ടീച്ചിങ് മെഷീൻ എന്നുള്ള ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ഇതിനുവേണ്ടി നടത്തിയത്. സ്മോൾ സ്റ്റെപ്സിലൂടെ എന്ത് ചെയ്യുകയാണ്, ലേണിംഗ് സാധ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് ബിഹേവിയർ, റീഇൻഫോഴ്സ്മെൻറ്റ്, പിന്നെ എന്താണ് ലേണിംഗ് ഇൻക്രീസ്. അത് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. ബിഹേവിയറിന് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യും, ലേണിങ്ങിനെ ഇൻക്രീസ് ചെയ്യും. അതാണ് പറയുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നതിലും ഏതാണ്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗിവിങ് റിവാർഡ് ഫോർ കറക്റ്റ് ആൻസർ. അതായത് കറക്റ്റ് ആൻസറിന് റിവാർഡ് കൊടുക്കുക എന്നുള്ളത് ലേണിങ്ങിനെ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പഠിച്ചു അല്ലേ, പണിഷ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഞാൻ എത്രയും വേഗം തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.